കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസ് ഞായറാഴ്ച മുതൽ കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു സർവീസ് ഉദ്ഘാടനം ചെയ്യും. തിങ്കൾ മുതൽ സാധാരണ സർവീസ് ആരംഭിക്കും. സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നതോടെ യാത്രാ പ്രതിസന്ധിക്ക് പരിഹാരമാകും എന്നതാണ് വിലയിരുത്തൽ. നിതിൻ സേവ്യർ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. നിതിൻ, ഉദ്ഘാടന പറക്കൽ നടന്ന സമയത്തൊക്കെ, പരീക്ഷണ പറക്കൽ നടന്ന സമയത്തൊക്കെ നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ട ഒന്നാണ്. എന്തായാലും അടുത്ത ആഴ്ചയോടുകൂടി സർവീസ് ആരംഭിക്കുകയാണ് പൂർണ്ണാടിസ്ഥാനത്തിൽ. അത് തീർച്ചയായും ലക്ഷദ്വീപിലേക്ക് പോകുന്ന മലയാളികൾക്ക് വലിയ യാത്രാ പ്രതിസന്ധിക്ക് പരിഹാരം നൽകുന്ന ഒന്നാണ് സീപ്ലെയിൻ പദ്ധതി യാഥാർത്ഥ്യത്തിൽ വരുന്നതോടെ നടപ്പാക്കുക. വാണിജ്യാടിസ്ഥാനത്തിൽ ഇത്ര വിപുലമായി മറ്റൊരിടത്തും ഇന്ത്യയിൽ നിലവിൽ സീപ്ലെയിൻ പദ്ധതി നടക്കുന്നില്ല. നിലവിൽ അഗത്തിയിൽ ഉദ്ഘാടനം നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വ്യോമയാന മന്ത്രി തന്നെ നേരിട്ടെത്തി, കേന്ദ്ര വ്യോമയാന മന്ത്രി നേരിട്ടെത്തി ഈ ഉദ്ഘാടന പറക്കൽ നടത്തും. തിങ്കളാഴ്ച മുതലായിരിക്കും സാധാരണ നിലയിൽ ഇതിന്റെ സർവീസ് നടത്തുക. 21 യാത്രക്കാർക്കായിരിക്കും ഈ സീപ്ലെയിനിൽ കയറി യാത്ര ചെയ്യാനാവുക. ഒപ്പം 5 ദ്വീപിലേക്ക്, ലക്ഷദ്വീപിലെ 5 ദ്വീപിലേക്കും സർവീസ് നടത്തും എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാകുന്നത്. നിലവിലെ ടിക്കറ്റ് നിരക്കുകൾ സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. എങ്കിൽ പോലും വലിയ തോതിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ടിക്കറ്റ് നിരക്കിലും വലിയ തോതിലുള്ള കുറവ് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള പൈലറ്റുമാരായിരിക്കും ഇതിന്റെ കോക്പിറ്റിൽ ഉണ്ടാവുക. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസ് ഞായറാഴ്ചയോട്